بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: لا تقوم الساعة حتى يقبض العلم وتكثر الزلازل ويتقارب الزمان وتظهر الفتن ويكثر الحرج وحتى يكثر فيكم المال فيفيض. ഇമാം ബുഖാരി റിപ്പോർട്ട് സഹീഹ് ഹദീസാണ്. മുസല്ലമ പറഞ്ഞു, വിജ്ഞാനം ചുരുക്കപ്പെടുകയും ഭൂകമ്പങ്ങൾ അധികരിക്കുകയും കാലം പരസ്പരം അടുത്തു വരികയും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും കൊലപാതകങ്ങൾ വർദ്ധിക്കുകയും ധനം അധികരിക്കുകയും അതിൻ്റെ കുത്തൊഴുക്കുണ്ടാവുകയും ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അന്ത്യനാളിൻ്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഹദീസ്. അത് ആദ്യം പറഞ്ഞത് ഇൽമ് അഥവാ വിജ്ഞാനം കുറഞ്ഞു വരുമെന്നാണ്. പണ്ഡിതന്മാരുടെ മരണം ഒരു കാരണമാകാം. അതുപോലെ തന്നെ വിജ്ഞാനം ആർജിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാകാത്ത വിഭാഗം മുസ്ലിങ്ങളിലുണ്ടാകാം. തൽസ്ഥാനത്ത് വിഡ്ഢികൾ, അതറിവില്ലാത്ത ആളുകൾ പണ്ഡിത വേഷം കെട്ടി വരികയും അങ്ങനെ അവർ ജനങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പടർത്തിവിടുകയും ചെയ്യും. അങ്ങനെ സമൂഹം തികച്ചും നാശോന്മുഖമായി തീരും എന്നാണ് മുസാസിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. രണ്ടാമതായി പറഞ്ഞത് ഭൂകമ്പങ്ങൾ അധികരിക്കുമെന്നാണ്. അടുത്ത കാലത്ത് തുർക്കിയിലും സിറിയയിലും നടന്ന ഭൂകമ്പത്തിൽ നമുക്കറിയാം 13,000-ഓളം പേർ കൊല്ലപ്പെടുകയും 40,000-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ ലോകത്ത് ഏതാണ്ട് 20ഓളം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. 2021 മാത്രം 10,000-ഓളം ചെറുതും വലുതുമായ 10,000-ഓളം ഭൂകമ്പങ്ങൾ ഉണ്ടായതായിട്ട് കണക്കുകൾ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂകമ്പം, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, പകർച്ചവ്യാധികൾ തുടങ്ങിയവയൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽപ്പെട്ടതാണെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങൾ അധർമ്മികളും അക്രമികളുമായി മാറുമ്പോൾ അവരെ ബോധവൽക്കരിക്കുവാനും അവരെ നേർവഴിക്ക് നടത്തുവാനുമാണ് ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. സൂറത്തുൽ ഇസ്രാ 59-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഒമാനുറസുൽ ബിൽ ആയാത്തി ഇല്ലാ തഹ്വീഫ. ഈ ദൃഷ്ടാന്തങ്ങൾ നാം അയക്കുന്നത് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ജനങ്ങളിൽ ദൈവിക ബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് എന്നർത്ഥം. പിന്നെ ഹദീസിൽ പറഞ്ഞത് കാലം അടുത്തു വരും എന്നാണ്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ അതിവേഗം കഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ പണ്ടുകാലത്ത് വിദൂരദേശങ്ങളിലേക്ക് മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ ഇക്കാലത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏത് രാജ്യത്തും എത്തിപ്പെടാൻ കഴിയും. പിന്നീട് ഹദീസിൽ പറഞ്ഞത് കുഴപ്പങ്ങൾ അധികരിക്കും എന്നാണ്. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും. പലവിധ കലഹങ്ങളും ലഹളകളും വർഗീയതയും വംശീയതയും പരസ്പര സംഘട്ടനങ്ങളൊക്കെ വർദ്ധിക്കും. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഹദീസിൽ 5-ാമതായി പറഞ്ഞത് കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നാണ്. മുസല്ലമ ഒരു ഹദീസിൽ അതിനെ ഇപ്രകാരം വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി: ഒരാൾ തൻ്റെ അയൽവാസിയെ വധിക്കുക, സ്വന്തം സഹോദരനെ വധിക്കുക, അമ്മാവനെയും അമ്മാവൻ്റെ മക്കളെയും വധിക്കുക. ഇക്കാലത്ത് നമുക്കറിയാമല്ലോ, സ്വന്തം മാതാപിതാക്കളെപ്പോലും കൊന്നുകളയുന്ന സ്വന്തം മക്കൾ കൊന്നുകളയുന്ന അവസ്ഥയാണുള്ളത്. ഹദീസിൽ അവസാനമായി 6-ാമതായി പറഞ്ഞത് ധനത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകുമെന്നാണ്. നമുക്കറിയാവുന്നതുപോലെ സമ്പത്തിൻ്റെ ആധിക്യം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളും
ലക്ഷങ്ങളെയും കോടികളെയും കുറിച്ചാണ് ജനങ്ങൾ പൊതുവെ സംസാരിക്കുന്നത്. ലോകത്ത് ഭക്ഷ്യോൽപാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പല നാടുകളിലും സ്വർണ്ണശേഖരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഖനിജങ്ങളുമൊക്കെ കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമ്പത്ത് പൊതുവെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അവസാനം മുസാസുല്ല പറഞ്ഞതുപോലെ ദാനധർമ്മങ്ങൾ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നബി തിരുമേനി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.